ഗ്യാപ്പിൻ്റെ സമരമാണ്. കാരണം കേരളത്തിലെ ഗവൺമെൻറ് പ്രതിപക്ഷ ബദലായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ എങ്ങനെയും വകവരുത്തിയേ അടങ്ങുമെന്ന് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പ്രധാനമന്ത്രി തിരുവല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ BJP ജയിച്ചപ്പോൾ അന്ന് പ്രഖ്യാപിച്ചതാണ് ഞങ്ങളുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് കേരളമാണെന്ന്. പക്ഷേ കേരളമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അതാ കാര്യം. കേരളത്തെ അവരാഗ്രഹിക്കുന്നത് പോലെ പിടിക്കാനും പറ്റൂല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെന്താ വഴി? ആ കേരളത്തെ ഞെക്കിക്കൊല്ലുക. കേരളത്തിന് നൽകേണ്ടുന്ന ഇവരുടെ ഓശായിരുന്നല്ല ചോദിക്കുന്നത്, കേരളത്തിന് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും സൗജന്യം തരണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സൗജന്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആളോഹരി ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഫണ്ട് കിട്ടണം. അത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ റവന്യൂ കമ്മി മറ്റെല്ലാ സംസ്ഥാനത്തിനും കൊടുക്കുന്നുണ്ട് നികത്താൻ, അതിവിടെ തരുന്നില്ല. അതുപോലെ തന്നെ കുടിശ്ശിയായി കിടക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന പണം അതും തരുന്നില്ല. 1,07,500 കോടി ഉറുപ്പിക ഈ കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ കേരള ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടുന്ന പണം തന്നിട്ടില്ല. ഇക്കൊല്ലം തന്നെ 64,000 കോടി ഉറുപ്പിക തന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കേരളത്തോട് ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ചിത്രം. അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാവരും ചേർന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചർച്ച നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തയ്യാറില്ല. അവർ ഒരു തരത്തിലും കേരളത്തിൽ ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ തയ്യാറില്ല. എല്ലാ വികസന പ്രവർത്തനത്തിനും പരസ്യമായിട്ട് എതിർപ്പ് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ലോകത്ത് വേറെയുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല, അവർക്ക് ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും. കോൺഗ്രസ് സഹകരിക്കുന്നില്ല, അവർക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. അതിന് നിലനിന്ന് പശ്ചാത്തപിക്കേണ്ട ചാൻസ് വേണ്ടേ? പശ്ചാത്തപിക്കണമെങ്കിൽ അതിന് ഒരു ഭൂമിക വേണ്ടേ? പശ്ചാത്തപിക്കുക എന്നുള്ളതല്ല. ഇപ്പം കോൺഗ്രസ് തന്നെ എടുക്കുന്ന നിലപാടെന്താ? കർണാടക ഇന്നലെ സമരം നടത്തിയില്ലേ? കേരളത്തിൻ്റെ ഈ നിലപാട് തന്നെയാണ് അവരെയും പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ BJP ഏതര ഗവൺമെൻറ്റുകൾ മുഴുവൻ പ്രതിഷേധത്തിലേക്ക് വരാൻ പോവാണ്. അതിൽ കോൺഗ്രസ് ഉണ്ടോ എവിടെ നിൽക്കുന്നു? കേരളത്തിലെ കോൺഗ്രസ് മാത്രം പ്രത്യേകമായ രീതിയിൽ നിൽക്കുകയാണ്. അത് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകണം. മാത്രമല്ല അവരവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് CPM ആണ് ഒന്നാമത്തെ ശത്രു. BJP പ്രഖ്യാപിച്ചിട്ടുണ്ട് CPM ആണ് ഒന്നാമത്തെ ശത്രു. അപ്പോൾ CPM ഒന്നാമത്തെ ശത്രുവാണെന്ന് BJPയും ഒന്നാമത്തെ ശത്രുവാണെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരൈക്യമാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ശരി. മുഖ്യമന്ത്രിക്ക് മുൻപാകെ 10 ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് വെല്ലുവിളി അതേ രീതിയിൽ അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. മുരളീധരൻ മന്ത്രി തന്നെയാണ്, ശരിയാ. പക്ഷേ ചോദിക്കുന്ന ചോദ്യവും അതിന് കൊടുക്കേണ്ടുന്ന മറുപടിയല്ലേ, അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് ആ കാര്യങ്ങൾ മുഴുവൻ അറിയാം. മുരളീധരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെ വീടൊക്കെ എടുത്ത് താമസിച്ച് മത്സരത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് ശരി.